ഏപ്രിൽ മെയ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 100 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഫെബ്രുവരി അവസാനത്തോടെ ബി.ജെ.പി. പുറത്തിറക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പട്ടികയിലുണ്ടാകുമെന്ന് ബി.ജെ.പി. പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയാത്ത സീറ്റുകൾ ദുർബലമായി കണക്കാക്കപ്പെടുന്നു. 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 303 സീറ്റുകൾ നേടി. 1989 പൊതു തിരഞ്ഞെടുപ്പിനു ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതമാണിത്. എൻ.ഡി.എ മൊത്തത്തിൽ 353 സീറ്റുകൾ നേടി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 52 സീറ്റുകൾ നേടിയപ്പോൾ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് 91 സീറ്റുകൾ നേടി. പ്രതിപക്ഷ പാർട്ടികളുടെ സംയോജനത്തിനെതിരെയാണ് ഇത്തവണ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ. 2024 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ദുർബലമെന്ന് കരുതുന്ന 160 സീറ്റുകൾ ബി.ജെ.പി. കണ്ടെത്തി. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി നേരത്തെയുള്ള പ്രചരണ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നതായി ഇ.ടി. റിപ്പോർട്ട് പറയുന്നു. അന്തിമമായ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ ചില കേന്ദ്രമന്ത്രിമാരുടെ പേരും ഉൾപ്പെടുമെന്നും പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ പറയുന്നു. പാർട്ടിയുടെ പാനൽ യോഗം ചേരാൻ സാധ്യതയുണ്ട്. ദുർബലമായ സീറ്റുകളിൽ മുൻകൂറായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ഫലം കാണുമെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 3ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഇതുവരെ 3 തവണ അധികാരമേറ്റ ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രി. എന്നിരുന്നാലും 16 വർഷം പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ 1964 മരണത്തെ തുടർന്ന് 3ാം തവണയും പൂർത്തിയാക്കാനായില്ല. കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവേ ഓരോ പുതിയ വോട്ടർമാരിലേക്കും ബി.ജെ.പി. എത്തിച്ചേരേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറഞ്ഞു. ഞാൻ 3ാം തവണ അധികാരത്തിലെത്താൻ ആവശ്യപ്പെടുന്നു. പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. കോടിക്കണക്കിന് സ്ത്രീകളുടെയും ദരിദ്രരുടെയും യുവാക്കളുടെയും സ്വപ്നങ്ങളാണ് മോദിയുടെ ദൃഢനിശ്ചയം എന്ന് മോദി ഊന്നിപ്പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരം നിലനിർത്തുമെന്ന് അതേ പരിപാടിയിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്ത് യാതൊരു സംശയവുമില്ല, പ്രധാനമന്ത്രി മോദി അധികാരം നിലനിർത്തുമെന്ന് ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊടുക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ടുതന്നെ ഉത്തർപ്രദേശിനെ ബി.ജെ.പിയുടെ അടിത്തറയെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഉത്തർപ്രദേശിൽ കുറച്ച് ഒന്ന് തെറ്റിയാൽ അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി തന്നെയാകും നൽകുക. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെ ഇന്ത്യ സഖ്യത്തിലേക്ക് എസ്.പിയും ബി.എസ്.പിയും കടന്നുവരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിലും എസ്.പി. മാത്രം ഇന്ത്യ സഖ്യത്തോട് കൂടെ നിന്നുള്ളൂ. എന്നാൽ ബി.എസ്.പി. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറല്ലെന്ന് അറിയിച്ചു. മായാവതിയുടെ ബി.എസ്.പിയും അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള എസ്.പിയും കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ മഹാഗഠബന്ധൻ എന്ന മുന്നണിയുണ്ടാക്കി ഒന്നിച്ചാണ് മത്സരിച്ചത്. അതുകൊണ്ടുതന്നെ അവർക്ക് 39% വോട്ടുകൾ ലഭിച്ചിരുന്നു. ബി.ജെ.പിക്ക് 49% വോട്ടുകളാണ് 62 സീറ്റിൽ വിജയിച്ചപ്പോൾ ലഭിച്ചത്. എന്നാൽ 39% വോട്ടുകളുമായി 15 സീറ്റുകളിലാണ് ബി.എസ്.പി. എസ്.പി. സഖ്യം വിജയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തനിച്ചു മത്സരിച്ചപ്പോൾ പിന്നിൽ പ്രാദേശിക പാർട്ടികളും തനിച്ചു മത്സരിക്കാനുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ പല സ്ഥാനാർത്ഥികളും 6000 വോട്ടുകൾക്കും 4000 വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അത് വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ്. എന്നിരുന്നാലും ഇത്തവണ ഇന്ത്യ സഖ്യത്തിലൂടെ കോൺഗ്രസും എസ്.പിയും ഒന്നിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. 20 ലോക്സഭാ സീറ്റുകൾ സംസ്ഥാനത്ത് വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ ഇതുവരെ
ഈ ആവശ്യം SP അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു ധാരണയിൽ എത്തി ഒന്നിച്ചു മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. 11 സീറ്റുകൾ വരെ പരമാവധി നൽകാൻ അഖിലേഷ് യാദവ് തയ്യാറായിട്ടുണ്ട്. എന്നാൽ അത് കോൺഗ്രസിന് സ്വീകാര്യമല്ല. രണ്ട് പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ സഖ്യത്തെ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. അഖിലേഷ് യാദവ് RLDയുമായി സഖ്യം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കോൺഗ്രസുമായുള്ള സഖ്യ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ സമാജ്വാദി പാർട്ടിക്ക് പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കോൺഗ്രസ് സ്വന്തം കരുത്തിനും അപ്പുറത്തുള്ള സീറ്റുകളാണ് ചോദിക്കുന്നതെന്ന് SPയുടെ ആരോപണം. നിലവിലൊരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഉള്ളത്. 2014 ഉണ്ടായിരുന്ന ആ 2 സീറ്റുകൾ 2019 ആയപ്പോഴേക്കും ഒരു സീറ്റ് മാത്രമായി ചുരുങ്ങി. അടുത്തു നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല താനും. എന്തായാലും സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം പോസിറ്റീവായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറയുകയുണ്ടായി. ഇവ തമ്മിൽ സഖ്യമുണ്ടായാൽ BJPയെ അത് കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് 4 കോടിയോളം വോട്ടുകളാണ് ഉത്തർപ്രദേശിൽ ലഭിച്ചത്. കഴിഞ്ഞ തവണ SPക്ക് ലഭിച്ചത് 1.5 കോടിയോളം വോട്ടുകളാണ്. BSPക്ക് 1,65 ലക്ഷം വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിനാകട്ടെ ഏകദേശം 60 ലക്ഷം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. SP-BSP സഖ്യത്തിൻ്റെ വോട്ടിംഗ് ശതമാനം കണക്കുകൂട്ടുമ്പോൾ ഏകദേശം BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അത്ര തന്നെ വരും. ഇത് കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടി തന്നെയാകും. ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആകാതെ ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക്, അതായത് എതിർ സ്ഥാനാർത്ഥിയിലേക്ക് പോയാൽ നിലവിലുള്ള BJP സ്ഥാനാർത്ഥികളുടെ വിജയം പരുങ്ങലിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ BJP ഇക്കാര്യത്തിൽ വലിയൊരു ആശങ്കയിലാണ്. എന്നാലും BJP വലിയ ആത്മവിശ്വാസത്തോടെ അവിടെ പ്രചരണത്തിലാണ്. എന്നിരുന്നാലും SP കോൺഗ്രസ് സഖ്യം ഒരുമിച്ച് മത്സരിച്ചാൽ UPയിൽ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഫലം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.